എന്റെ പ്രിയമുള്ളവരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ സഹിച്ച വേദന അനുഭവിച്ച ഒരുപാട് പരീക്ഷണങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോലും എത്തിയിട്ടില്ല. ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ ഒരു പനി വരുമ്പോ, ഒരു തലവേദന വരുമ്പോ, ഒരു വല്ലാത്ത വിഷമം കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് നമ്മൾ തോന്നുകയാണ്, പടച്ചറബ് എന്നെ കൈയൊഴിഞ്ഞുവോ, നമുക്കെന്താണ് പടച്ചറബ് സമാധാനം തരാത്തത് എന്ന് ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവേ പടച്ചറബേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ വഴിയോരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ സഹിച്ച പരീക്ഷണമുണ്ടല്ലോ ഉമ്മ, പരീക്ഷണങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കൊന്നും അല്ല പരീക്ഷണങ്ങൾ തന്നിട്ടില്ലല്ലോ, നമുക്കൊന്നും അല്ല വിഷമങ്ങൾ തന്നിട്ടില്ലല്ലോ. ആ പ്രവാചകന്റെ ജീവിതത്തിൽ എത്രയോ വലിയ പരീക്ഷണമായിരുന്നെന്നറിയോ. ഈ ദുനിയാവിലല്ല നമുക്ക് സുഖം തരുന്നത്, ഈ ദുനിയാവിലല്ല പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മെ ഇഷ്ടമില്ലാഞ്ഞിട്ടെന്ന് വിചാരിക്കല്ലേ. എടാ, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, നല്ല ആരോഗ്യം അല്ലാഹു നമുക്ക് ശരീരത്തിന് തന്നിട്ടുണ്ടല്ലോ, നല്ല സൗന്ദര്യം അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും അല്ലാഹുവേ പടച്ച റബ്ബേ എല്ലാം നമുക്ക് തന്നിട്ടും ആ അല്ലാഹുവിലേക്കൊന്ന് ചിന്തിക്കാതെ നമ്മൾ കടന്നു പോകല്ലേ, നമ്മൾ കടന്നു പോകല്ലേ. അല്ലാഹു നമുക്ക് തരുന്ന സൗകര്യമുണ്ടല്ലോ, ഒരുപാട് സമ്പത്ത് അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ നമസ്കരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അല്ലാഹുവിനറിഞ്ഞുകൊണ്ട് അവൻ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങളിലൂടെ മുഴുവനും അല്ലാഹ് നിങ്ങൾ കടന്നു പോകുന്നവരാ. എന്നിട്ടും എന്തേ റബ്ബേ പരീക്ഷണത്തിന്റെ കെടുതികളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷയില്ലാത്തത്? പരീക്ഷണങ്ങളാണ്, പരീക്ഷണങ്ങളാണല്ലോ, ഒന്നിന്റെ പുറമെ ഒന്നായിക്കൊണ്ട് കടന്നു വരുന്ന വല്ലാത്ത പ്രയാസമാ അല്ലാ. ഇതെന്താണല്ലോ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഉമ്മ? എന്നാൽ വിഷമിക്കണ്ട. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോക സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട് ഉമ്മ. റബ്ബേ, മറ്റുള്ളവന്റെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടിയിട്ടോ അല്ലാഹുവേ ജീവിതത്തിൽ പ്രയാസമാണ് ഉസ്താദ്, അവിടുന്ന് ദുആ ചെയ്യണമെന്ന് പറയുന്ന എത്രയോ ഉമ്മമാരുണ്ടല്ലോ. കാണുമ്പോ കൈ കൊണ്ട് യാചിച്ചുകൊണ്ട് കടന്നു വരുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത എത്രയോ ബാപ്പമാര്, ഉമ്മമാര്. സ്വന്തം മക്കള് പട്ടിണിയാണ് ഉസ്താദ്, സ്വന്തം ഭാര്യ പട്ടിണിയാണ് ഉസ്താദ്, കുടുംബം പട്ടിണിയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. റബ്ബേ, രോഗമാണ് ഉസ്താദ്, കാല് മുറിച്ചു, കൈ മുറിച്ചു, ശരീരത്തിൽ കിഡ്നിക്ക് വല്ലാത്ത രോഗമാണ് ഉസ്താദ്. ഇങ്ങനെയൊക്കെ നമ്മൾ വിഷമങ്ങൾ പറയുന്നവരാണല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ വല്ലാത്ത പരീക്ഷണങ്ങൾ നേരിടുന്നവരാണല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ലൗ തഅലമൂന മാലക്കും ഇൻദല്ലാഹ്. ഈ ദുനിയാവിലുള്ള പരീക്ഷണങ്ങൾ കൊടുത്തവരുണ്ടല്ലോ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് റബ്ബേ ഒരുപാട് വേദനകൾ സഹിച്ചിട്ട് അല്ലാഹ് ജീവിച്ചു പോകുന്ന ആളുകളുണ്ടല്ലോ. അവരെ കുറിച്ചാ പുന്നാർ നബി തങ്ങൾ പറയുന്നത്, അവരോടാ പറയുന്നത്, ലഅഹബബ്തും അൻ തസ്ദാദു ഫാഖതൻ വഹാജ. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവിടെ എങ്ങാനും റബ്ബേ നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങളുണ്ടല്ലോ, അല്ലാഹ് നമുക്ക് പരീക്ഷണത്തിൽ ക്ഷമിച്ചിട്ട് എല്ലാ വിഷമങ്ങളും കടന്നു വരുമ്പോ ആ വിഷമത്തിനകത്തെല്ലാം ക്ഷമിച്ചു നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നാളെ പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമുണ്ടല്ലോ. ആ പ്രതിഫലമെങ്ങാനും നമ്മൾ അറിഞ്ഞാൽ
കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാ, നമ്മൾ ആഗ്രഹിച്ചു പോവുകയാ. എന്തിനെന്നറിയോ? നമുക്കുണ്ടാകുന്ന ദാരിദ്ര്യങ്ങള്, നമുക്കുണ്ടാവുന്ന ആവശ്യഘട്ടങ്ങളുണ്ടല്ലോ, ആരും സഹായിക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടല്ലോ. അല്ലാ പടച്ചുറപ്പ് കൊടുക്കുന്ന പ്രതിഫലം കണ്ടിട്ട് അവസ്ഥ ഇനിയും എനിക്ക് വന്നെങ്കിൽ ദുനിയാവിലെ ജീവിതം മുഴുവനും അല്ലാ പരീക്ഷണമായിരുന്നെങ്കില്, പ്രയാസമായിരുന്നെങ്കില് എന്ന് ചിന്തിക്കുമെന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാ. പരീക്ഷണത്തിൽ പതറല്ലേ ഉമ്മ, വിഷമിക്കല്ലേ ഉമ്മ. നാളെ പടച്ചുറപ്പ് നമുക്ക് നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം കണ്ടിട്ടോ നീ സന്തോഷിക്കുക, നീ അവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ്, റബ്ബേ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇനിയും പരീക്ഷണങ്ങളെ തന്നിരുന്നെങ്കിലോ, എനിക്ക് വിഷമങ്ങളെ തന്നിരുന്നെങ്കിലോ, എനിക്ക് രോഗങ്ങളെ തന്നിരുന്നെങ്കിലോ, നാളെ അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം അത്രക്കും വലുതാണെന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ,